ഞാനിനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഞാൻ നമ്മുടെ കണക്കിപ്പോൾ പ്രേക്ഷകർക്ക് പരിശീലിക്കും. ഇപ്പോൾ 2 കണക്കുള്ള ദിവസമാണ്. ഒന്ന് ബഡ്ജറ്റിൻ്റെ കണക്ക് കൂടി പ്രേക്ഷകർ പഠിക്കണം, രണ്ടാമത്തേതാണ് നമ്മുടെ റെസ്ക്യൂവിൻ്റെ മാത്തമാറ്റിക്സും. ഒരു കാര്യം കൂടി, ഞാൻ കണക്കല്ലാത്തൊരു കാര്യം ചോദിക്കട്ടെ ശേഖർ. ഇന്നിപ്പോൾ ഈ രഞ്ജിത്ത് ഇസ്രായേലിയെ പോലെയുള്ള ആളുകളൊക്കെ അവിടെ സംസാരിച്ചു. ഞാൻ SP യുമായി നേരത്തെ സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം, ഈ ആർമിയുടെ റെസ്ക്യൂ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ NDRFൻ്റെ റെസ്ക്യൂ നടക്കുന്ന സമയത്ത് ഈ സിവിലിയൻസിൻ്റെ റെസ്ക്യൂ അവരധികം പ്രോത്സാഹിപ്പിക്കാറില്ല. പലപ്പോഴും അത് ഡിസ്റപ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് NDRF, ആർമി, നേവി ഈ 3 സംഘങ്ങളാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. നമുക്ക് ഈ സിസ്റ്റത്തെ വിശ്വസിക്കാമല്ലേ? ഡോക്ടർ അരുൺ, നമ്മൾ കാണേണ്ടത് നമ്മൾക്ക് പൊതുസമൂഹത്തിലുള്ള വിശ്വാസം ഉണ്ടായത് നമ്മളുടെ സാമൂഹിക ഘടനയുടേതാണ്. നമ്മളുടെ തദ്ദേശ സ്ഥാപനങ്ങളാണ് നമ്മളുടെ ഏറ്റവും വലിയ ബലം. ആ തദ്ദേശ സ്ഥാപനങ്ങളെ വിശ്വാസത്തിലെടുത്താണ് സംസ്ഥാനത്തെ എല്ലാ വികസന പ്രവർത്തനങ്ങളും തന്നെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊതുസമൂഹം സർക്കാരിന്റെ ഭാഗമല്ലാതെ കാണുന്നത് വളരെ അപൂർവമാണ്. എല്ലാവർക്കും അഭിപ്രായം പറയാനും ഇടപെടാനും ചിട്ടയായി ഒരു കോർഡിനേറ്റഡ് രീതിയിൽ പ്രവർത്തിക്കാനുമുള്ള സൗകര്യവും സംവിധാനവും കേരളത്തിലുണ്ട്. സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരുടെ ഒരു വലിയ ശ്രേണി തന്നെയുണ്ട്. അതിന് ഔദ്യോഗികമായി തന്നെ നമ്മൾ പണവും ചെലവഴിക്കുന്നുണ്ട്. ആപദാമിത്രക്കാർക്ക് ഇൻഷുറൻസ് വരെ കൊടുക്കുന്നുണ്ട് നമ്മൾ. അപ്പൊ അത്തരം ഒരു സംവിധാനമുള്ള സംസ്ഥാനത്ത് നിന്നിട്ടാണ് ഡോക്ടർ അരുണും ഞാനും സംസാരിക്കുന്നത്. അപ്പൊ അവിടെ നമ്മളുടെ സംവിധാനങ്ങൾ, ഭരണ സംവിധാനങ്ങൾ എല്ലാം തന്നെ തദ്ദേശ പ്രവർത്തനത്തെ അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തനത്തെ ഉള്ളൊഴിഞ്ഞ് ആശ്ലേഷിക്കുന്നതാണ്. ആ ഒരു രീതി മറ്റൊരു സംസ്ഥാനത്ത് ഉണ്ടാകണം എന്നില്ല. അങ്ങനെയുള്ള മറ്റു സംസ്ഥാനങ്ങളുണ്ട് കേട്ടോ, ആസാമിലൊക്കെ അങ്ങനെ ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ഉണ്ടാകണമെന്നില്ല. ഒറീസയിലുണ്ട്, അവിടെയൊക്കെ ആ സംവിധാനങ്ങളുണ്ട്. പക്ഷെ നമ്മളുടെ തൊട്ടടുത്ത് നമ്മളിപ്പോൾ അവിടെ കാണുന്നത് പോലെ ആ ഒരു രീതി, ആ ഒരു വിശ്വാസം അവർക്ക് ഇല്ല ഈ സന്നദ്ധ പ്രവർത്തകർ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അവര് അങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കാൻ പറ്റില്ല. നമ്മൾക്ക് അവരോട് അഭ്യർത്ഥിക്കാം വ്യക്തികൾ എന്നുള്ള നിലയിൽ. കാരണം സന്നദ്ധ പ്രവർത്തനം വ്യക്തിഗതമായ പ്രവർത്തനമാണ്. അപ്പോൾ അവിടെ അഭ്യർത്ഥിക്കാം, അവർ ഉൾക്കൊള്ളുന്നെങ്കിൽ ഉൾക്കൊള്ളും. ഒരു കാര്യം കൂടി ശേഖർ, ഡിപ്പെൻഡ് ചെയ്യാം. കറക്റ്റ്. മാത്രമല്ല അവർ ഡിപ്പെൻഡ് ചെയ്യാം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ഈ അർജുൻ്റെ കുടുംബവും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അഞ്ജുവും കുടുംബവും അടക്കം ഈ നമ്മുടെ ഈ സംഭാഷണം കേൾക്കുന്നുണ്ട്. ശേഖർ, ഒരു സംശയം. നമ്മളുടെ ഈ പുഴയിൽ വലിയ ഒഴുക്കുണ്ട്. ഞാൻ ഇന്നലെ പോകുന്ന സമയത്ത് ഞാൻ ആ പുഴയുടെ വക്കിലൊന്ന് ഇറങ്ങിയിരുന്നു. നല്ല ഒഴുക്കുണ്ട് പുഴയിൽ, നല്ല ആഴമുണ്ട്. 26 ഫീറ്റോളം ആഴമുണ്ട് കരയിൽ തന്നെ. വലിയ തടികളൊക്കെ ഈ ഒഴുകി വരുന്നതാണ്. പശ്ചിമഘട്ടത്തിൽ നിന്ന് തടികൾ ഒഴുകി വരികയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തടി പിടിച്ചുകൊണ്ട് പോകുന്നതൊക്കെ ആ കാഴ്ചയുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഈ NDRF, നേവിയുടെ സ്കൂബ ഡൈവേഴ്സും NDRFൻ്റെ സംഘത്തോളം പോകുന്ന പരിശീലനമൊന്നും പൊതുസമൂഹത്തിൽ കിട്ടാൻ സാധ്യതയില്ലല്ലോ അല്ലേ? അതുകൊണ്ട് നേവിയുടെ സ്കൂബ ഡൈവേഴ്സാണ് ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ. ഞാനിത് പറയാനുള്ള കാരണം, ചിലക്കെങ്കിലും സംശയം ഉണ്ടാവും, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇറങ്ങി പുഴയിലൊക്കെ നീന്തി പരിശീലിച്ചവരുണ്ട്, അവരെ ഇറക്കിക്കൂടെ എന്നൊരു ചോദ്യം ഉണ്ടാവും. അവർക്കുള്ളൊരു മറുപടി കൂടി. കാര്യം ഇത് സ്ലോലി ഒരു ഇൻറ്റർസ്റ്റേറ്റ് ഇഷ്യൂ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുണ്ടാവാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ടാണ് ശേഖരനോട് ഞാൻ ചോദിക്കുന്നത്. നേവിയുടെ ഒരു സ്കൂബ ഡൈവറെ പരിശീലിപ്പിച്ച് അയാളെ സ്കൂബ ഡൈവറായി സർട്ടിഫൈ ചെയ്യുന്നത് 5-6 കോടി രൂപ ചെലവാക്കിയിട്ടാണ്. അവർക്ക് നൽകുന്ന പരിശീലനവും ആ രീതിയിൽ തന്നെയാണ്. അവർക്ക് ലഭ്യമാക്കുന്ന ഇൻഷുറൻസ് കവർ പോലും 50 ലക്ഷം രൂപയുടേതുണ്ട്. അപ്പോൾ അത്രയും ശ്രദ്ധയും പരിശീലനവും കിട്ടിയ സംഘങ്ങളാണ് പൊതുവിൽ ഒരു സ്റ്റേറ്റ്, നമ്മളൊരു സംസ്ഥാനം ഒന്ന് കാണണം അല്ലെങ്കിൽ ഒരു രാജ്യം ഒന്ന് കാണണം. ആ രാജ്യം അവരുടെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നിട്ടിറക്കുന്നത്. അവരുടെ ഉത്തരവാദിത്വം പരിപൂർണമായും സ്റ്റേറ്റിലാണ്. അവരുടെ ജീവനും സ്വത്തിനുമുള്ള എല്ലാ ഉത്തരവാദിത്വവും സ്റ്റേറ്റിൽ നിക്ഷിപ്തമാണ്. അത് ആ വൈക്കേറിയസ് റെസ്പോൺസിബിലിറ്റി കൂടി ഉള്ളത് കൊണ്ടാണ് അവർക്ക് ഇത്രയധികം പരിശീലനം കൊടുത്ത് അവരെ ഇതിനു വേണ്ടി തന്നെ സജ്ജരാക്കിയിരിക്കുന്നത്. അപ്പൊ അവരുമായി കമ്പയർ ചെയ്ത് നമ്മൾ സിവിലിയൻ സംവിധാനങ്ങളെ കണ്ടിട്ട് കാര്യമില്ല. നമ്മളുടെ നാട്ടിലാണെങ്കിലും നമ്മൾ ഔദ്യോഗികമായി ഈ സന്നദ്ധ പ്രവർത്തകരുടെ സേവനം ഉപയോഗിക്കുമ്പോൾ അത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള സേവനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. അത് ഓറഞ്ച് ബുക്കിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ കീഴിൽ വേണം പ്രവർത്തിക്കാൻ, അവരുടെ നിർദ്ദേശം അനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. അപ്പോൾ ആ ചട്ടം പൊതുവിൽ എല്ലാ സ്റ്റേറ്റുകളും, ലോകത്തെ എല്ലാ സ്റ്റേറ്റ് എന്ന നിലയിൽ ഒരു രാജ്യമാണെങ്കിൽ പോലും രാജ്യങ്ങളെല്ലാം തന്നെ സ്വീകരിച്ചു പോരുന്നൊരു നടപടിക്രമമാണ്. അപ്പോൾ നമ്മൾക്ക് ഒരിക്കലും നമ്മളുടെ സിവിലിയൻ റെസ്പോൺസ് സംവിധാനങ്ങളെ, നമ്മളുടെ സിവിൽ ഡിഫൻസ് അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകർക്ക് ഈ ശേഷി
ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ അവരെ ഈ രീതിയിൽ മുന്നിട്ട് അവരുടെ ജീവനും കൂടി അപകടമുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ പ്രവർത്തിപ്പിക്കാൻ നിയമപരമായി തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അത് ആ സ്റ്റേറ്റിനെ കൂടുതൽ ശക്തമായി ആ സ്റ്റേറ്റിൽ അത് ഫീൽ ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ടാണ് അവർ അതിന് പലപ്പോഴും തയ്യാറാകാതിരിക്കുന്നത്. അവർക്ക് ആ ധൈര്യക്കുറവുണ്ട്. ഓക്കെ, താങ്ക് യു ശേഖർ. ശേഖർ പറഞ്ഞത് കുടുംബം കേട്ടിട്ടുണ്ടാവും. അഞ്ജു അടക്കമുള്ളവർ, ഒരുപക്ഷെ അർജുൻ്റെ അമ്മ അടക്കമുള്ളവരുണ്ടാവും. നമുക്ക് ഈ സിസ്റ്റത്തിൽ തൽക്കാലം വിശ്വസിക്കണം. കാരണം തൽക്കാലമല്ല, നേവിയുടെയോ ആർമിയുടെയോ NDRFൻ്റെയോ പരിശീലനം സാധാരണ സന്നദ്ധ പ്രവർത്തകർക്ക് അവരുടെ ഉൾക്കരുത്തുണ്ടാവും. അത് സ്വാഭാവികമായി കിട്ടുന്നതാണ്, വ്യക്തിഗതമാണ്. ശേഖർ പറഞ്ഞത്. താങ്ക് യു ശേഖർ.